പുതിയ ചിത്രം മെക്സിക്കൻ അപാരതയുടെ പ്രചാരണത്തിനെത്തിയ ടൊവിനോയെ കാറിൽ നിന്നും കാണികളെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ ഒരാൾ തന്നെ തല്ലിയെന്ന് പരാതിപ്പെടുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ തൊടുക മാത്രമാണ് ചെയ്തതെന്നും ദൃക്സാക്ഷികൾ പറയുന്നത്. താരം വിഷയത്തെ വലുതാക്കി കാണിക്കുകയാണെന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും അടികൊണ്ട് ചോര ഒലിപ്പിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു താരത്തിന്റെ പ്രകടനമെന്നും വിമർശനമുണ്ട്. വീഡിയോയുടെ സഹായത്തോടെയാണ് നവമാധ്യമങ്ങൾ ഇത് സമർത്ഥിക്കുന്നത്. തല്ലിയെന്ന് ആരോപിച്ച് താരം വിഷയത്തിൽ പിണങ്ങി കാറിലിരിക്കുന്നതും അയാൾ എന്തിനാണ് തല്ലിയതെന്ന് ചോദിക്കണമെന്നും എന്നിട്ടേ താൻ പുറത്തേക്കുള്ളൂ എന്നും താരം വിളിച്ചു പറയുന്ന വാശിയും വീഡിയോയിലുണ്ട്. ഒടുവിൽ സിനിമയിലെ സഹതാരം രൂപേഷ് പീതാംബരൻ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിക്കുന്നത്. ആരും തൊടുന്നത് ഇഷ്ടമല്ലാത്തയാൾ പിന്നെ എന്തിന് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ സിനിമയുടെ പ്രമോഷൻ ഇറങ്ങുന്നു എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ഇതിനു മുമ്പും തിയേറ്ററിൽ പിച്ചിയെന്ന് ആരോപിച്ച് ടൊവിനോ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ടൊവിനോയെ വിമർശിച്ച് ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിലിറങ്ങി നടന്നപ്പോ ഒരു തിയേറ്റർ വിസിറ്റിന് പോയി അവിടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു 500ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. ആരും എന്നെ ഒരു വിധത്തിലും ശല്യപ്പെടുത്തിയില്ല, എല്ലാവരും സ്നേഹിച്ചു. പക്ഷെ അതിൽ ഒരാള് എന്നെ പിറകിന്ന് പിച്ചിയപ്പോ ഒരു പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടാൻ ഞാൻ നഴ്സറി കുട്ടിയൊന്നുമല്ല. പക്ഷെ എനിക്ക് അവിടെ വിഷമം വന്നത് അത്രയും പേരുടെ സ്നേഹത്തിനിടയ്ക്ക് ഒരാള് നമ്മളെ ഉപദ്രവിക്കാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു കാര്യമാണ്. ഒരാൾക്കൂട്ടത്തിനിടയ്ക്ക് നിന്നുകൊണ്ട് ആർക്കും ആരെയും ഉപദ്രവിക്കാം എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുന്നത് ഭയങ്കര ദയനീയമാണ്, ഭയാനകമാണ്.